ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 10 വിശുദ്ധ ബാർദോ മെത്രാന്റെ തിരുനാൾ. ജർമ്മനിയിൽ ഓപ്പർഷോഫെനിലാണ് ജനിച്ചത്. ഫുൾഡ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പഠിച്ചു. ബെനഡിക്റ്റൻ സഭാവസ്ത്രം സ്വീകരിച്ച ബാർദോ സന്യാസികൾക്ക് ഒരു ഉത്തമ മാതൃകയായിരുന്നു. തപസ്സിനും പ്രായശ്ചിത്തത്തിനും വേണ്ടി ബാർദോ തീവ്രമായി പരിശ്രമിച്ചിരുന്നു. 47-ാമത്തെ വയസ്സിൽ വെർഡൻ ആശ്രമത്തിൽ ആബട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷങ്ങൾക്കു ശേഷം 1031 ഹെഴ്സ് ഫെൽഡ് ആശ്രമത്തിൽ ആബട്ടായി. അതേ വർഷം തന്നെ മെയിൻസ് ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. കുറേനാൾ അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ ചാൻസലർ സ്ഥാനവും വഹിച്ചിരുന്നു. അനവധിയായ കാരുണ്യ പ്രവർത്തികൾ ആർച്ച് ബിഷപ്പിൻ്റെ സവിശേഷതയായിരുന്നു. ദരിദ്രരോടും അഗതികളോടും പ്രകാശിപ്പിച്ചിരുന്ന സ്നേഹം അനാദൃശ്യമായിരുന്നു. മൃഗങ്ങളെപ്പോലും എത്രയും ദയയോടെയാണ് സംരക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രായച്ചിത്തങ്ങളെയും തപോനിഷ്ഠകളെയും പറ്റി കേൾക്കാനിടയായ 9-ാം ലയോ മാർപ്പാപ്പ അവയുടെ ആധിക്യം കുറയ്ക്കണമെന്ന് ഉപദേശിക്കുക ഉണ്ടായി. തപസ്സും അജഗണങ്ങൾക്കു വേണ്ടിയുള്ള കഠിന അധ്വാനവും ദൈവ അനുഗ്രഹത്താൽ 71 വയസ്സുവരെ തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശുദ്ധ ബാർദോ, ഞങ്ങൾക്കും ഈ അജഗണങ്ങളെയും കരുണയോടെ നോക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.